VK ശ്രീകണ്ഠന് വോട്ട് ചെയ്യണമെന്നും നിങ്ങൾക്ക് എന്ത് ധൈര്യത്തിലാണ് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാര് വോട്ട് ചെയ്യുക? നിങ്ങൾ പിന്നെ BJPയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്, ബാങ്കിൽ ഇട്ട പണം പോലെയാണ്. ഇന്ന് ഇവിടുന്ന് പോയാൽ നാളെ അവർക്ക് ഇവിടുന്ന് പോയിട്ട് BJPക്ക് എടുക്കാം. ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. ഈ ചോദിക്കട്ടെ, അവിടെ ഇടുക്കിയിലൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് രാജേന്ദ്രൻ. ഒരിക്കലും പോകില്ല രാജേന്ദ്രൻ, ഒരിക്കലും. അല്ല ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചില്ല. ഒരു മിനിറ്റ് നിങ്ങൾ ഒരിക്കലും ഈ മൊബൈൽ ഫോണിന്റെ കവർ പോലും ചോപ്പാ. പറഞ്ഞോ മതേതരത്തെന്ന് പറയണോ? മതേതരത്തെന്ന് പറയുന്ന പറഞ്ഞോ അത് കേക്കില്ല ഈ മൈക്കിലെ കേൾക്കൂ. മതേതരത്വത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് ഈ കാലം വരെ ഇവിടെ വോട്ട് ചോദിച്ചത്. ഈ BJP ഇന്ന് ഇന്ത്യ ഭരിക്കാൻ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നരസിംഹ റാവു ഇന്ത്യന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അന്ന് കാലത്ത് പിന്നെ ബാബർജി മസ്ജിദ് പൊളിക്കാനുള്ള അനുമതി കൊടുത്തിട്ട് വീട്ടിൽ കടന്നുറങ്ങിയ ആളാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി. ആ ഒരു പേര് ദോഷം കൊണ്ടാണ് ഇന്നിപ്പോ നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് തന്നെ കഷ്ണമായി കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി കോൺഗ്രസ് ആയിരിക്കും, നാളെ രാവിലെ BJP ആണ്. അല്ല, ഒരു കാര്യത്തിൽ എന്തായാലും ഉറപ്പാണ്, രണ്ട് പാർട്ടികളും കൂടെ ഒരു കോൺഗ്രസ് പ്രതിനിധിയുടെ മറുപടി. 89-ൽ ഈ മത്സരിക്കുന്ന വിജയരാഘവൻ അന്ന് MP ആയിരുന്നു. 35 വർഷം മുമ്പ് എങ്ങനെ BJP വന്നു എന്നതിന്റെ ഉത്തരമാണത്. 89-ൽ ഇന്നിപ്പോ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണെന്ന് അവർ വാദിക്കുമ്പോൾ അന്ന് BJP-യും ഇടതുപക്ഷവും സംയുക്തമായി പിന്തുണച്ചാണ് VP സിംഗ് മന്ത്രിസഭ വന്നത്. അപ്പൊ ഇവരുടെ മതേതര നിലപാടിന് എന്താണ് പ്രസക്തി? അതൊരു ചോദ്യമാണ്. അന്ന് BJP-യെ CPM ദേശീയ തലത്തിൽ VP സിംഗിന് വേണ്ടി പിന്തുണച്ചു. അത് ജനസംഘമായിരുന്നില്ല, BJP പറഞ്ഞോ. തർക്കിക്കണ്ട. ഇവരെ ബംഗാളും ത്രിപുരയും കേരളവും മറ്റേ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരെയും കഥ പറയുമ്പോ ഒരു കാര്യം, ഇവരെല്ലാവരും BJP-യിലേക്ക് വരാനുള്ള ആൾക്കാരാണ്. അപ്പൊ BJP-നെയാണ് ആദ്യം ജയിപ്പിക്കേണ്ടത്. ഇവര് ജയിച്ചാലും BJP-ക്ക് വരും. BJP പോവുന്നതാണ്. CPM-കാരൻ ഒരിക്കലും BJP-യിൽ പോവില്ല. ആ അല്ലല്ല, ത്രിപുരയിലും ബംഗാളിലും BJP-യിലേക്ക് വന്നിട്ടില്ല. നിങ്ങളുടെ സ്വപ്നം CPM-കാർ വരുന്നുള്ള സ്വപ്നം നിങ്ങളിപ്പോ വലവിരിച്ചിരിക്കുന്നുണ്ടല്ലോ, അത് കയ്യിൽ വെച്ചായിരുന്ന മലർക്കൊടിക്കാരന്റെ സ്വപ്നമാണ് അത്. ത്രിപുരയിലും ബംഗാളിലും എല്ലാ CPM ഓഫീസുകളടക്കം BJP ഓഫീസാണ്. ഞങ്ങൾ സ്വപ്നം കണ്ടതല്ല, യാഥാർത്ഥ്യമാണ്. രാജ്യത്ത് മുഴുവൻ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കൊടുത്തിരപ്പള്ളിയിലെ ഭക്ഷണ വിശേഷങ്ങൾ കൂടി അറിയണം. അവിടെ കുറച്ച് മനുഷ്യരുടെ മറ്റു ജീവിത വിശേഷങ്ങളുണ്ട്. നമ്മുടെ കൊച്ചു വർത്തമാനവും രാഷ്ട്രീയ വർത്തമാനവും നമുക്ക് കൊടുത്തിരപ്പള്ളി ഗ്രാമത്തിൽ നിന്നാവാം. അവിടെ വിശേഷങ്ങളുമായി ധാരാളം ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഗ്രാമത്തിലോട്ട് പോയാലോ? മൊത്തത്തിൽ എങ്ങനെയാ കാറ്റുന്നാ നമ്മൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അനുകൂലമായ തരംഗം ഇതൊന്നും ബാധിക്കില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഇവിടെ നിന്ന് എടുതായാലും വലുതായാലും ഒരു കാര്യം ശ്രദ്ധിക്കണം. കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി എന്നറിയുന്ന പാലക്കാട് 5 വർഷം പാലക്കാട്ടിന്റെ അവതാരക പുരുഷനായ ഒരുപാട് നരേന്ദ്രമോദിയുടെ വികസനം നടപ്പിലാക്കിയ അമൃത പദ്ധതിയിൽ കൂടെ നടപ്പിലാക്കിയ ശ്രീ കൃഷ്ണകുമാർ പാലക്കാട് BJP ജയിക്കും. ആവേശമാണ്, ഒട്ടിക്കലാശം പോലെ. നമുക്ക് ഗ്രാമത്തിലോട്ട് പോകണം. അപ്പോൾ നമ്മളെ ഈ ഗ്രാമത്തിൽ പ്രേക്ഷകർക്ക് കാണാം. വാർത്തകൾ വേഗത്തിലുമായി സുധീശ്വരത്തെ പ്രേക്ഷകർക്കൊപ്പം ചേരും. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഒരേ ഒരു കാര്യം, അയ്യോ അത് പറ്റൂല, സമയം പോയി. മതേതര ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആകെ മതേതര മാത്രം നിലനിൽക്കുന്നത്. അതെങ്ങനെ നിലനിൽക്കാൻ വേണ്ടിട്ട് LDF-ന് വോട്ട് ചെയ്ത് എല്ലാവരും വിജയിച്ചു. ക്യാമ്പയിനും കൂടെ ചാനലും കൂടെ നടത്തി കളഞ്ഞല്ലോ. പറഞ്ഞോ ഒറ്റ പാചകം. അവകാശപ്പെടാം, തിരിച്ചു പിടിക്കുമെന്ന് ചിലർക്ക് വാദിക്കാം. പക്ഷെ പ്രായരിയുടെ മണ്ണിൽ കഴിഞ്ഞ തവണ 3800 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് VK ശ്രീകണ്ഠൻ നൽകിയതെങ്കിൽ ഇത് 5000-നപ്പുറം ഞങ്ങൾ നടത്തിയിരിക്കും. അതാണ് കൊടുത്തിരപ്പള്ളി ഗ്രാമത്തിൽ നിന്ന് മത്സരം കടക്കുമെന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. മത്സരം കടുത്താലും ഇല്ലെങ്കിലും ചൂട് കടുക്കുന്നുണ്ട്. ഏകദേശം 37 ഡിഗ്രി കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞാൽ 40 കഴിയും. അപ്പൊ നമ്മൾ കൊടുത്തിരപ്പള്ളി ഗ്രാമത്തിലേക്കൊന്ന് പോകുന്നു. ഇവിടെ അഴിമതിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ. പറഞ്ഞോ. അഴിമതി ഒരിക്കലും സ്വസ്ഥമായി വാതിലടച്ച് കിടന്നുറങ്ങാൻ പറ്റാത്ത അഭിസാരിക വാദിവൃത്യത്തെ പോലെ സംസാരിക്കുന്നത് പോലെയാണ് ഇവിടെ അഴിമതിക്കാരി സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുത്തിരപ്പള്ളി ഗ്രാമത്തിലേക്ക് വരാം. കൊടുത്തിരപ്പള്ളി ഗ്രാമത്തിലെ വിശേഷങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം.